ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള കുരു നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് മുഖത്ത് ഫുള്ളിടാം. അതേപോലെ തന്നെ നമ്മുടെ കുരുള്ള ഭാഗത്ത് മാത്രമായിട്ട് വെച്ചു കൊടുത്താലും മതി. എത്ര വലിയ കുരുവാണെങ്കിലും പിറ്റേ ദിവസം തന്നെ അത് അങ്ങനെ ചുരുങ്ങിപ്പോയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരാഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തിലുള്ള കംപ്ലീറ്റ് കുരുക്കൾ, ഏത് തരം കുരുക്കളായിക്കോട്ടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. 100% റിസൾട്ടാണ്. അതിന് വേണ്ടത് ആദ്യം ഒരു ഡ്രൈ ആയ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, ക്യുമിൻ സീഡ് എന്ന് പറയും, അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ചെറിയ ഫെനൽ സീഡ്, അതായത് പെരിഞ്ജീരകമല്ല കേട്ടോ, ക്യുമിൻ സീഡ് ചെറിയ ജീരകമാണ് വേണ്ടത്. അതൊരു പാനിലിട്ടിട്ട്, ഡ്രൈ ആയ പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് തയ്യാറാക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പിറ്റേന്ന് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മുഖം ഉൾപ്പെടെ നിങ്ങൾക്ക് തേക്കാം. ഇല്ലാന്നാണെങ്കിൽ നിങ്ങളെ കുരുള്ള ഭാഗത്ത് മാത്രം തേച്ചാലും മതി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറും, അതുപോലെ തന്നെ ഒരു ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ജീരകം ഒന്ന് ചൂടാറിയാൽ നമ്മുടെ ഈ സാധാരണ ഈ പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ ഇട്ടതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാനിത് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വറുത്തതും. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് 1 ടീസ്പൂണോളം മാത്രം മതി. നിങ്ങളെ മുഖത്തേക്ക് ഫുള്ള് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഒരു നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുകയാണ്. നമുക്കിത് ആവശ്യാനുസരണം ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊടി എടുത്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇടേണ്ട പണി മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊടി കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾ പൊടിച്ച് വെക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അലോവെര ജെല്ലാണ്. അലോവെര ജെല്ല് 1 ടീസ്പൂണോളം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂണ് അലോവെര ജെല്ല്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. ഇനി ഒരുപാട് പേരെടുത്ത് റോസ് വാട്ടർ ഇല്ലാണ്ടുണ്ടാവും. അപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അലോവെര ജെല്ല് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ റോസ് വാട്ടർ നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റോസ് വാട്ടറും കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞ ഒറ്റ രാത്രിയിലുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അലോവെര ജെല്ലും റോസ് വാട്ടറും വേണം. ഇനിയിപ്പോൾ അലോവെര ജെല്ല് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല. പക്ഷെ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല, എങ്കിലും റിസൾട്ട് ഉണ്ടാവും. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുരു ചെറുതാവും, കംപ്ലീറ്റ് മാറുകയും ചെയ്യും ഒരാഴ്ച ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് മുഖത്ത് ഫുള്ള് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇത് തേച്ചാൽ നമ്മുടെ മുഖത്തിന് ചെറിയൊരു എരിച്ചലുണ്ടാവും. അതായത് നമ്മൾ കസ്തൂരി മഞ്ഞളെല്ലാം തേച്ചാൽ ഒരു എരിച്ചലുണ്ടാവുമല്ലോ നമ്മളെ മുഖത്ത്, ആ ഒരു എരിച്ചൽ ഇതിനും ഉണ്ടാവും. അതൊന്നും കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അത് ജീരകത്തിൻ്റെ ആ ഒരു എരിച്ചലാണ്, അതെല്ലാവർക്കും ഉണ്ടാവും. പിന്നെ പഴുത്ത കുരുവിലെല്ലാം വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ഇടുന്ന നേരം നല്ല തണുത്ത റോസ് വാട്ടർ ഒഴിക്കുന്നതാണെങ്കിൽ ആ എരിച്ചലിന് കുറച്ച് കുറവുണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തണുത്ത പാലോ അല്ലെങ്കിൽ തണുത്ത തൈരോ യൂസ് ചെയ്യാം. പക്ഷെ ചിലർക്ക് തൈരും പാലെല്ലാം അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ മുഖക്കുരുള്ളവർ അത് ഇടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അലോവേരയും റോസ് വാട്ടറും തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും തന്നെ എടുത്തത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വീണ്ടും പറയണം. അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങൾ രാത്രി കിടക്കുമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായി ക്ലീൻ ചെയ്യണം. അതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. കംപ്ലീറ്റ് നിങ്ങളെ മുഖക്കുരു മാറിയാലും ഒരു കുറച്ച് ദിവസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യട്ടോ. ഇതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മുഖമെല്ലാം നന്നായി കഴുകിയതിന് ശേഷം നമ്മുടെ മുഖക്കുരുള്ള ഭാഗത്ത് നമുക്കിതൊന്ന് തേച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുഖത്ത് ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ മുഖക്കുരുള്ള ഭാഗത്ത് ഇത് ഈ ഒരു സാധനം നന്നായി പറ്റി നിൽക്കണം. ആ ഒരു രീതിക്ക് നിങ്ങൾ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇതൊരു വാട്ടറി ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മുഖക്കുരുവിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇതായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. എന്നിട്ട് രാവിലെ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇത് നിങ്ങൾക്ക് ദിവസം 2 പ്രാവശ്യം വേണമെങ്കിൽ യൂസ് ചെയ്യാം. രാവിലെ യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടാണ്. നമ്മുടെ പാടുകളടക്കം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.